കേരള സ്കൂൾ ബാഡ്മിന്റൺ താരങ്ങളുടെ യാത്രാ പ്രതിസന്ധിയിൽ വിമാന ടിക്കറ്റിന്റെ പകുതി വഹിക്കാൻ രക്ഷിതാക്കളോട് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചു. പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് രക്ഷിതാക്കൾ. 20 താരങ്ങൾക്ക് 17-ന് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് മത്സരം. പിന്നെ ഞങ്ങൾക്ക് +2-ലും +1-ലൊക്കെ പഠിക്കുന്നത്, അവർക്ക് ക്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ചാൻസ് ആണ് ഞങ്ങൾക്ക്. +2-ലുള്ളവർക്ക് ഇനി കളിക്കാൻ പറ്റില്ല. അപ്പം ഇനി ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. കളിക്കണം, ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇനിയും ഒരു ദിവസം കൂടി ഉണ്ട്, ഞങ്ങൾ കാത്തിരിക്കാം ഇങ്ങനെ പോകണമെന്ന്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു. നവമി, ആദ്യഘട്ടത്തിൽ ഇവരുടെ ട്രെയിൻ ടിക്കറ്റ് ശരിയാക്കി നൽകിയിരുന്നില്ല. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഇടപെടുന്നു, ഈ വിഷയത്തിൽ നിന്നുള്ള വാർത്ത വന്നു. അപ്പോഴാണോ ഈ പരിഹാര മാർഗം എന്നുള്ള നിലയിൽ വിമാനത്തിൽ കൊണ്ടുപോകാമെന്നുള്ളൊരു ആലോചനയിലേക്ക് എത്തുന്നതും? പക്ഷെ അവിടെയും അതിന്റെ ടിക്കറ്റിന്റെ പകുതി ചാർജ് ഈ രക്ഷിതാക്കൾ ഏറ്റെടുക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതല്ലേ? ആര്യ, അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും കുട്ടികൾ നിരാശയിലാണ്, പ്രതിസന്ധിയിൽ തന്നെയാണ്. സർക്കാരിന്റെ ഒരു തീരുമാനം അത് പല മാതാപിതാക്കൾക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതിൽ ചില പ്രായോഗികത അവർ പറയുന്നുണ്ട്. കാരണം ഈ പകുതി പൈസ, അതായത് ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ ഏകദേശം 14,000 രൂപയോളമാണ് ടിക്കറ്റിന്റെ റേറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ പകുതി പൈസ സർക്കാരും പകുതി പൈസ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും വഹിക്കട്ടെ എന്നൊരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് അത്രയും പോലും തുക അത് പെട്ടെന്ന് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ടാണ് അതൊന്ന് അറേഞ്ച് ചെയ്യാൻ. മറ്റൊന്ന്, തിരിച്ചു വരാനുള്ള, അതായത് ഇവരെ മത്സരം കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള ടിക്കറ്റും കൺഫേം അല്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ചും ഇതേ വിമാനമാർഗം തന്നെ വരേണ്ടി വരും. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ മുടക്കേണ്ട സാഹചര്യം അത്രമാത്രം. ഇപ്പോൾ തന്നെ ഈ നാഷണൽ ഗെയിംസിന് പോകുന്നതിന് വേണ്ടി തന്നെ അല്ലാതെ ഒക്കെ കുട്ടികൾക്ക് അവരുടെ പ്രാക്ടീസും അവരുടെ മത്സരത്തിന്റെ കാര്യങ്ങളിലും ഒക്കെ ആയിട്ട് ഒരുപാട് തുകകൾ ഇപ്പോൾ പാരന്റ്സ് കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ വിമാന ടിക്കറ്റിന്റെ തുക കൂടി വഹിക്കണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് പല മാതാപിതാക്കളും കരഞ്ഞുകൊണ്ട് ഇപ്പോൾ പോകേണ്ട ഒരു സാഹചര്യത്തിലാണ്. അവർ നമ്മളോട് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി, ഞങ്ങളുടെ സാമ്പത്തികം അതിന് അനുവദിക്കില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മകളുടെ ആഗ്രഹം അത് പോട്ടെ എന്ന് വെക്കട്ടെ, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പല മാതാപിതാക്കളും ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഏറെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ആര്യ. ഈ കായികമേള വലിയ പ്രൗഢഗംഭീരമായ ഒളിമ്പിക്സ് മാതൃകയിലൊക്കെ നടത്തി എന്നൊക്കെ അവകാശപ്പെടുന്ന സർക്കാർ തന്നെയാണ് ഈ കുരുന്നുകളുടെ കണ്ണീരിന് വില പറയേണ്ടി വരിക. കാരണം വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. 28 ദിവസം മുൻപ് ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. മാനേജർ പറയുന്ന പ്രകാരം 28 ദിവസം മുമ്പ് ബുക്ക് ചെയ്തു. പക്ഷെ അത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും കൺഫേം ആകാത്തതിൽ ഒരു ബദൽ മാർഗം എന്തെന്ന് പോലും കണ്ടെത്തിയില്ല. ഇന്ന് ട്രെയിൻ പോയതിനു ശേഷമാണ് ഇവർക്ക് കുട്ടികളെ അവിടെ എത്തിക്കണമല്ലോ എന്നുള്ളൊരു ബോധോദയം തന്നെ ഉണ്ടായത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ വളരെ വിഷമത്തിലാണ്. നമുക്കറിയാം അവർ എത്രമാത്രം ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നതും എത്രമാത്രം സന്തോഷത്തിലായിരിക്കും, മാനസികമായിട്ടൊക്കെ അവർ അത്രമാത്രം ഇതിനു വേണ്ടി തയ്യാറായിരിക്കുമ്പോഴാണ് കുട്ടികളുടെ ഒരു പ്രയത്നം തന്നെയാണ്. നേരത്തെ നമ്മളോട് ഈ കുട്ടികളും മാതാപിതാക്കളും ഒക്കെ സംസാരിച്ചതാണ്. അവര് രാവിലെ എഴുന്നേറ്റ് അവരുടെ ഫിറ്റ്നസ് നോക്കി ഈ ഒരു മത്സരത്തിനായി പ്രാക്ടീസ് ചെയ്ത് എത്രത്തോളം അവർ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ആ കഠിനാധ്വാനത്തിന് പുല്ല് വിലയാണ് നമ്മുടെ സംവിധാനങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ നേരത്തെ മാനേജർ ചൂണ്ടിക്കാണിച്ചത് പ്രകാരം നവമി, അതായത് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്, പക്ഷെ കൺഫേം ആകാഞ്ഞതാണ്. ഈ അവസാന നിമിഷം പോലും കൺഫേം ആകാതിരുന്ന ഘട്ടത്തിൽ ഈ മാനേജർ ബന്ധപ്പെട്ട അധികൃതരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം എങ്ങനെയായിരുന്നു? അതായത് 28-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് മാനേജർ ഈ 20 കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഇവിടുന്ന് ഭോപ്പാലിലേക്ക് പുറപ്പെടേണ്ട ട്രെയിനിലായിരുന്നു ഇവർക്ക് ബുക്ക് ചെയ്തത്. ഇവിടെ 11 മണിയോടുകൂടി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അപ്പോഴും ട്രെയിൻ ടിക്കറ്റ് കൺഫേം അല്ല. വെയിറ്റിംഗ് ലിസ്റ്റ് 1 മുതൽ 24 വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 20 വിദ്യാർത്ഥികളും 4 ഈ മാനേജറും 2 മാനേജർമാരും 2 അധ്യാപകരും ഉൾപ്പെടെ 24 പേരായിരുന്നു പോകേണ്ടിയിരുന്നത്. 2 പേരുടെ, അതായത് 2 വിദ്യാർത്ഥികളുടെ മാത്രമാണ് ഏകദേശം 12:30 കൺഫേം ആക്കി കിട്ടിയത്. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ
പലപ്പോഴും ഇവർ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അവർ പറയുന്ന മറുപടി, തൽക്കാലം ട്രെയിനിൽ കയറിക്കോളൂ, നമുക്ക് TTRുമായി സംസാരിച്ചതിന് ശേഷം ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് മാനേജറോട് പറഞ്ഞത്. പക്ഷെ അപ്പോഴും രക്ഷിതാക്കളുടെ ആശങ്ക അതെങ്ങനെയാണ്, TTR ചിലപ്പോൾ സമ്മതിച്ചില്ല, ആ സീറ്റിൽ മറ്റ് യാത്രക്കാരാണെങ്കിൽ കുട്ടികൾ മധ്യപ്രദേശ് വരെ നിന്ന് പോകേണ്ട സാഹചര്യം. ഏകദേശം 2 ദിവസം, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 കയറിയാൽ അവർ 26-ാം തീയതി പുലർച്ചെ മാത്രമായിരിക്കും മധ്യപ്രദേശിലെത്തുക. അത്രയും നേരം, അത്രയും മണിക്കൂറുകൾ, അത്രയും ദിവസം ഇവർ നിന്നുകൊണ്ടും ജനറൽ കമ്പാർട്ട്മെന്റിൽ നിറഞ്ഞു തിങ്ങിയിരിക്കുന്ന ജനറൽ കമ്പാർട്ട്മെന്റിലൊക്കെ പോകുക എന്ന് പറയുന്നത് അത് ആലോചിക്കാൻ കൂടി കഴിയില്ല. പ്രത്യേകിച്ച് ബാഡ്മിന്റൺ പ്ലെയേഴ്സ് ആണ്, അവർക്ക് അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടവരാണ്. അങ്ങനെ മാനസികമായും ശാരീരികമായിട്ടൊക്കെ തളർന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർക്ക് വിജയിച്ച് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളൊരു ന്യായമായ ചോദ്യം തന്നെയാണ് മാതാപിതാക്കൾ ഉന്നയിച്ചതും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാതാപിതാക്കൾ കുട്ടികളെ വിടാൻ തയ്യാറാകാതിരുന്നതും. പിന്നീടാണ് മാനേജർ ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിന്നും ലഭിച്ച മറുപടി, ഈ ഫ്ലൈറ്റിൽ പോകാം, പക്ഷെ അതിന്റെ പകുതി ചിലവ് മാതാപിതാക്കൾ വഹിക്കണമെന്നാണ്. ഇത് അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള കുറച്ച് കുട്ടികളാണ്. ഇപ്പോൾ തന്നെ അവരുടെ മത്സരങ്ങൾക്ക് വേണ്ടിയും അവരുടെ പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് നല്ല തുക മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാകുന്നുണ്ട്. അടിയന്തരമായി ഇങ്ങനെ പോകണം, ടിക്കറ്റ് എടുത്ത് പോകണം എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയും നിരാശയും തന്നെയാണ്. ആര്യ, തീർച്ചയായും നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരെ സംബന്ധിച്ച് 7000 രൂപ പെട്ടെന്ന് എടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും 20ഓളം വരുന്ന യുവ പ്രതിഭകളുടെ അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പൊലിഞ്ഞു പോകുന്നത്. എന്തായാലും വേണ്ട വിധത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.